കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, നിങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞാനിത് കുറച്ച് നാൾ മുമ്പെടുത്ത വീഡിയോ ആണ്. ഇതിനകത്ത് നമ്മുടെ ഇസയുടെ സ്പോർട്സ് ഡേ ആണ്. പക്ഷെ ഈ വീഡിയോക്കുള്ള പ്രത്യേകത എന്താണെന്നറിയോ? അവസാനം വരെ കാണാം. പണ്ടൊക്കെ ഞാൻ ഈ സ്പോർട്സ് ഡേ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ വെയിറ്റിംഗ് ആയിരുന്നു. വേറെ ഒന്നുമല്ല, ഒന്നാമത്തെ കാര്യം നമുക്ക് ക്ലാസ് ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം നമുക്കതൊരു കോമ്പറ്റീഷനാണ്, നമുക്ക് എല്ലാത്തിലും പങ്കെടുക്കാം. ടീച്ചേഴ്സൊക്കെ അന്ന് ഭയങ്കര ഇഷ്ടത്തിലായിരിക്കും നമ്മുടെ അടുത്ത്. സ്പോർട്സിനായാലും യൂത്ത് ഫെസ്റ്റിന് ഭയങ്കര സപ്പോർട്ടായിരിക്കും. ക്ലാസ്സിലത്തെ പോലെ അല്ലായിരിക്കും. എന്നെ പരിചയമുള്ള എൻ്റെ ഫ്രണ്ട്സിനെ അറിയാം ഞാൻ എത്രത്തോളം അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ഇതൊന്നല്ല കാര്യം. ഇവിടുത്തെ സ്പോർട്സ് ഡേക്ക് ഇവരെല്ലാവരും എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. ഒരു കോമ്പറ്റീഷനൊന്നുമില്ല. കുറച്ച് പേര് പോയിന്റ്സ് ഇടും, ഏതെങ്കിലും ഒരു ഹൗസ് ജയിക്കും, ഒരു ട്രോഫി കൊടുക്കും. ഇത് ഞാൻ കൊല്ലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും പിള്ളേർക്ക് അതൊരു സന്തോഷമാണ്. നമ്മൾ ചെല്ലാം, സപ്പോർട്ട് ചെയ്യുക, അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ കാണാം. അപ്പൊ അവർക്കതൊരു സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോന്റെ അവസാനം ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പോർട്സ് ഡേയുടെ അവസാനം പാരന്റ്സും സ്റ്റാഫും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. ഒരു 100 മീറ്റർ ഓട്ടം. നമുക്ക് അതൊന്നും ഒരു പുത്തിരിയല്ലല്ലോ, 100 മീറ്റർ ഒക്കെ എന്ത്. അപ്പൊ അങ്ങനെ ഞാനും ഓടി ഗൈസ്. ഒറ്റക്ക് ഓടിപ്പോണ ആളെ കണ്ടു. ഞാൻ ശരിക്കും ഒറ്റക്കല്ലാട്ട് എന്റെ പുറകിലെ ആൾക്കാരുണ്ട്. പക്ഷെ അവരെന്റെ കൂടെ എത്തിയില്ല എന്നുള്ളതാണ് സത്യം. ഞെട്ടിയില്ലേ? ഞാനും ഞെട്ടി.